അപ്പോൾ നിങ്ങൾ വിചാരിക്കും വിസയും ജോലിയൊക്കെ കൊടുത്തിട്ടല്ലേ അൻവിൻ പൈസ മേടിക്കുന്നതെന്ന്. അൻവിന്റെ സ്കാം അവിടെ അല്ല. അൻവിന്റെ സ്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന COS ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. അത് ഫേക്ക് ആയിരുന്നു. അത് ഫേക്ക് ആയിരുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ കുട്ടികൾ വിസ എടുക്കാൻ വേണ്ടി പോകുന്നിടത്ത് വിസ റിജക്ട് ആയി. ഇത് ഫേക്ക് ആയതുകൊണ്ട് അന്ന് കമ്പനിയുടെ ഓണർഷിപ്പ് ഉണ്ടായിരുന്ന നിബുവിന്റെയും വൈഫിന്റെയും പേരിൽ ഈ കുട്ടികൾ കേസ് കൊടുക്കുകയും നിബുവും വൈഫും ഓസ്ട്രേലിയയിലേക്ക് കടക്കുകയും ചെയ്തു. ഇപ്പോൾ ആ കമ്പനിയുടെ 100% ഓണർഷിപ്പ് ഉള്ളത് അൻവിനാണ്. അതിന്റെ അക്കൗണ്ട്സ് ഒന്നും അൻവിൻ പുട്ട് ഔട്ട് ചെയ്തിട്ടില്ല, ഗവൺമെന്റിലോട്ട് ചെയ്തതുമില്ല. ജാനുവരി വരെ അൻവിന് അതിന് വേണ്ടിയിട്ടുള്ള സമയമുണ്ട്. അതിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ UK അൻവിൻ. അടുത്തത് വിസ കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു. ശരി, വിസ കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു. അപ്പൊ കേസ് കൊടുത്തെന്ന് പിള്ളേർ പറയുന്നു, മിസ്റ്റർ ഡോക്ടർ ഡ്രേക്ക് ആൻഡ് യുവർ പാർട്ട്ണർ ലൈഫ് ഓഫ് ഹക്കീം എന്റെ കാസറ്റ്. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ജോണറിൽ ഇങ്ങനെ കിടന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് കിടന്ന് പുലമ്പുന്നുണ്ടല്ലോ, വെടുവാഴത്തരം വന്നെന്ന് കിടന്ന് വിളിച്ച് കീറുന്നുണ്ടല്ലോ ആൾക്കാരെ സ്കാം ചെയ്യാനായിട്ട്. യു ആർ ഡൂയിങ് ദിസ് സ്കാം വിത്തൗട്ട് എ പ്രൂഫ്. യു ആർ സേയിങ് ദിസ് ടൈപ്പ് ഓഫ് ഷിറ്റ്സ്, ദാറ്റ്സ് എ സ്കാം. ഒരുപാട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. യു ആർ സേയിങ് സംതിങ് ഓർ എക്സ്പ്രസിംഗ് സംതിങ്, ലെറ്റ് us know what the proof it is. ഓക്കെ, നിങ്ങൾ പറയുന്നു കുട്ടികളെ വിസ കൊടുത്തിട്ട് തെറ്റിക്കുന്നു അല്ലെങ്കിൽ പറ്റിച്ചു, പൈസ വാങ്ങിച്ചിട്ട് പറ്റിച്ചു. അപ്പൊ അവര് കേസ് കൊടുത്തു. ഈ കേസ് കൊടുത്ത് എന്നുള്ളതിൽ ഒരാളെങ്കിലും നിങ്ങളെ വീഡിയോയിൽ കൊണ്ടുവന്ന് ഇൻക്ലൂഡ് ചെയ്തുകൂടെ? 6 ദിവസം ടൈം എടുത്തില്ലേ നിങ്ങൾ വീഡിയോ ചെയ്തത്? 6 ദിവസം, ഒരാഴ്ച ടൈം എടുത്താണ് നിങ്ങൾ വീഡിയോ ഇട്ടത്. ഈ വീഡിയോയ്ക്കകത്ത് ഓരോ സ്കാം, ഓരോ വീഡിയോസ് നിങ്ങൾ പാർട്ട് ഒരുപാട് ഇട്ടോ കുഴപ്പമില്ല. ഓരോ വീഡിയോ വെച്ച് ഓരോ സ്കാം എക്സ്പോസ് ചെയ്തൂടെ? ഈ കേസ് കൊടുത്തെന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ കൊണ്ടുവന്ന് ഈ വീഡിയോ എടുത്ത് സംസാരിപ്പിച്ചൂടെ? ആ കേസ് കൊടുത്തതിന്റെ പ്രൂഫും കാര്യങ്ങളും വെച്ച് നീരജ അമ്മു എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസറിനെ കൊണ്ടുവന്ന് നിങ്ങളെ കൂടെ എടുത്ത് വീഡിയോ എടുത്ത് സംസാരിപ്പിച്ചൂടെ? അതൊരു പ്രൂഫ് അല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല? നിങ്ങൾ അല്ലാതെ വന്ന് നീ പറയുന്നത് കുറെ സ്ക്രീൻഷോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഈ കാണികൾ മൊത്തം അത് വിശ്വസിക്കുന്നു. കണ്ട പൊട്ടന്മാരൊന്നും കമന്റ് ഇടുമായിരിക്കും. തലയ്ക്ക് വിവരമുള്ള ആണെന്നത് കമന്റ് ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അത് വന്നിടുമെന്ന് തോന്നുന്നില്ല. കാരണം നിന്റെ പേരിൽ കുറെ കേസും കാര്യങ്ങളൊക്കെ വന്നതുമില്ല, നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കേസാണ്. അപ്പൊ നീ ഏ ടൈപ്പിലുള്ള ആളാണെന്ന് അറിയാം. എന്നിട്ട് പറയുന്നത് ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇടുള്ളൂ, കാരണം അത്രയ്ക്ക് കണ്ടന്റ് ഒന്നും ഇല്ല, കണ്ടന്റ് എനിക്ക് പൊക്കി പിടിച്ചോണ്ട് ഇടായില്ലെന്ന് പറഞ്ഞാൽ നീ തന്നെയാണ് ഒരു സ്റ്റോറി ഇട്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് ആ സ്റ്റോറി പൊക്കി പിടിച്ചോണ്ട് കാണിക്കാമെന്ന് എനിക്ക് വരും. നീ അത് ഇട്ടിട്ടുണ്ടായിരുന്നു, നിന്റെ വീഡിയോ നിന്നെ ഫോളോ ചെയ്ത് ഈ വീഡിയോ കാണാൻ വേണ്ടി കുറെ ആൾക്കാരൊന്ന് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്കുള്ള ഒരു 300K 400K ഒക്കെ നീ ആയല്ലോ. അപ്പോൾ അതിലുള്ള ആൾക്കാർ മൊത്തം കണ്ടു കാണും. നിങ്ങൾക്ക് കണ്ടില്ല, അതുകൊണ്ട് 2 പാർട്ടായിട്ടേ ചെയ്യുള്ളൂ, 3 പാർട്ടായിട്ട് ചെയ്യൂല എന്ന് ആദ്യം ഒരു വീഡിയോ ഇട്ട്, പിന്നെ 3 പാർട്ടാക്കിയിട്ട് വീണ്ടും ഇന്ന് വീഡിയോ ഇട്ടു. ഇത് കാര്യമായിട്ടൊന്നും ഇല്ലല്ലേ ഈ രണ്ടാമത്തെ വീഡിയോയിൽ? ഒരാഴ്ച ടൈം എടുത്തല്ലേ വീഡിയോ ഇട്ടത്? നീ ഓരോ സ്കാം കുറെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ഓരോ സ്കാമും നിനക്ക് ഓരോ പാർട്ടായിട്ട് എക്സ്പോസ് ചെയ്തുകൂടെ? അതിൽ വിത്ത് പ്രൂഫ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേസ് കൊടുത്ത് ആരെങ്കിലും കൊണ്ടുവന്ന വീഡിയോ എടുത്ത് നീരജ അമ്മുവിന്റെ പേര് നീ വലിച്ചിട്ടുണ്ടെങ്കിൽ നീരജ അമ്മുവിനെ കൊണ്ടുവന്നിട്ട് പറയിപ്പീര്. കേസ് കൊടുത്ത ഒരാളെങ്കിലും കേസ് കൊടുത്തതിന്റെ FIR നോട്ടീസോ എന്തെങ്കിലും ലീഗൽ പേപ്പർ ആണല്ലോ അത് കൊണ്ടുവന്ന് അൻവിന്റെ പേര് കാണിച്ചിട്. പിന്നെ നിബു സിറിയാക്കൊക്കെ നാട് വിട്ട് പോയി. പിന്നെ ഈ കേസ് കൊടുക്കുമ്പോൾ കമ്പനി ആരെല്ലാം അവരെ നാട് വിട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പം നിബു സിറിയാക്ക് പറ്റിച്ചിടണമെന്നുണ്ടെങ്കിൽ നിബു സിറിയാക്കിന്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ. ആ വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ട് അതുകൊണ്ടൊന്ന് കാണിക്കുകയില്ല. കാണിക്കാൻ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. ഇതാണോ എക്സ്പോസിങ്? ഇതാണോ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം? ഒരാളെ കുറിച്ച് വന്ന് എന്തെങ്കിലും വായി തോന്നി വിളിച്ച് പറയുന്നതാണോ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം? ഷോസ് ദ പ്രൂഫ് മാൻ.